സ്റ്റുഡൻസ് വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിഫ്യൂഷൻ്റെ മെക്കാനിസങ്ങൾ പറഞ്ഞു. ഒരു ഡിഫ്യൂഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വേക്കൻസി ഉണ്ടാവണം, തൊട്ടടുത്ത അഡ്ജസ്റ്റന്റ് സൈറ്റിൽ വേക്കൻസി ഉണ്ടാവണം. അതുപോലെ തന്നെ വേക്കൻസി സൈറ്റിലേക്ക് പോകുന്ന ആറ്റത്തിനോ മോളിക്യൂളിനോ അതിന് ഇനഫ് എനർജി ഉണ്ടാവണം, ഇനഫ് വൈബ്രേഷൻ കൈനറ്റിക് എനർജി ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് അതിന് വേക്കൻസി ഡിഫ്യൂഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ ആണ്. ഏതൊക്കെ? വേക്കൻസി ഡിഫ്യൂഷൻ, ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ ആൻഡ് സെൽഫ് ഇൻഡസ്ട്രീഷ്യൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ. ഇതും പിന്നെ ഡയറക്റ്റ് ഇന്റർചേഞ്ച് ഉണ്ട്. ഇത്രയും കാര്യങ്ങളുള്ളൂ. പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും. വേക്കൻസി ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേക്കൻസി സൈറ്റിലേക്ക് പാരന്റ് ആറ്റത്തിന്റെ ലാറ്റിസിൽ നിന്ന് ഒരു ആറ്റം ചാടി കയറിയിരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി വേക്കൻസി അങ്ങോട്ട് മൂവ് ചെയ്യും. കാരണം ഈ ആറ്റം ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന അനുസരിച്ച് അപ്പുറത്തുള്ള ആറ്റത്തിന് നെക്സ്റ്റ് ആറ്റത്തിന് വരാം. അത് വേക്കൻസിയുടെ മൂവ്മെന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുക. അപ്പോൾ വേക്കൻസി ഡിഫ്യൂഷൻ നടക്കാനായിട്ട് എന്ത് വേണം? ആദ്യം ഒരു വേക്കൻസി സൈറ്റിലേക്ക് പാരന്റ് ലാറ്റിസിൽ നിന്നുള്ള ഒരു ആറ്റം കയറിയിരിക്കുന്നു. ഓക്കെ. ഇത് ലാറ്റിസ് വേക്കൻസി ആണ്, ഇൻഡസ്ട്രീഷ്യൽ വേക്കൻസി അല്ല. അത് ഓർക്കുക. ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലുള്ള ഇത് ആറ്റംസിന്റെ ഇടയിലുള്ള സൈറ്റിലുള്ള വേക്കൻസി അല്ല. നെക്സ്റ്റ് ഇതിനെ നമ്മൾ ഇന്റർ ഡിഫ്യൂഷൻ എന്ന് കൂടി പറയാറുണ്ട്. കാരണം പാരന്റ് ആറ്റത്തിന് പകരം ഇംപ്യൂരിറ്റി ആറ്റമാണ് ഈ വേക്കൻസി സൈറ്റിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അതിനാണ് ഇന്റർ ഡിഫ്യൂഷൻ എന്ന് പറയും. ഓൾസോ ഈ ഡിഫ്യൂഷന്റെ എക്സ്റ്റൻസിന്റെ, അതായത് ഈ വേക്കൻസി ഡിഫ്യൂഷന്റെ റേറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് വേക്കൻസി സൈറ്റ് പ്രസന്റ് അനുസരിച്ചിട്ട്. കാരണം വേക്കൻസി സൈറ്റുകളുടെ എണ്ണം കൂടുന്തോറും നമുക്ക് വേക്കൻസി ഡിഫ്യൂഷനും കൂടും. അത് സിമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ്? ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ. ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് ഒരു ഇംപ്യൂരിറ്റി ആറ്റം വന്ന് കയറിയിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇംപ്യൂരിറ്റി ആറ്റം എന്തായിരിക്കും? ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് എന്തായാലും ലാറ്റിസിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ആറ്റംസിനേക്കാളും യൂഷ്വലി സ്മോളർ ആയിരിക്കും. സോ ഓക്കെ, അപ്പോ നമുക്ക് ഈ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് എന്ന് പറയുമ്പോൾ ലാറ്റിസ് സൈറ്റിനേക്കാളും ചെറുതായിരിക്കും. പിന്നെ ഇംപ്യൂരിറ്റി ആറ്റംസ് ആണ് ഇങ്ങനെ യൂഷ്വലി ഡിഫ്യൂസ് ചെയ്യാറുള്ളത്. അതായത് ഹോസ്റ്റ് ആറ്റംസ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷണൽ ഇംപ്യൂരിറ്റി ആറ്റംസ് ഒരിക്കലും ഇങ്ങനെ ഈ ടൈപ്പ് ഡിഫ്യൂഷൻ ചെയ്യാറില്ല. നോർമലി ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്യാറില്ല. സാധാരണ സ്മോളർ ആറ്റംസ് ലൈക്ക് ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്മോളർ ആറ്റംസ് ആണ് ഈ മെറ്റൽ ലാറ്റിസിന്റെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് കയറിയിരിക്കാറ്. ഇപ്പോൾ നമ്മൾ കാർബറൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്, ഹാർഡനിങ് പ്രോസസ്സ്. അതായത് നമുക്കൊരു മെറ്റൽ, ഒരു മൈൽഡ് സ്റ്റീൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഹാർഡ്നെസ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അതിനെ ഹാർഡൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ റെഡ്യൂസിങ് എൻവയോൺമെന്റിൽ ഇട്ട് നമ്മൾ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡിലുള്ള കാർബൺ ആറ്റംസ് ഇതിന്റെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക്, കാർബൺ മോണോക്സൈഡ് അൺസ്റ്റേബിൾ ആണല്ലോ, അപ്പോൾ ഈ കാർബൺ ആറ്റംസ് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് വന്ന് കയറിയിരിക്കും ഈ മെറ്റൽ ലാറ്റിസിന്റെ. അപ്പോൾ വളരെ ചെറിയ 1-2 ലെയർ തിക്നെസ്സിലേക്ക് കയറുള്ളൂ. പക്ഷെ ആ സർഫസ് ലെയറിന് എന്ത് കൂടും? ഹാർഡ്നെസ് കൂടും. ഈ വക ഇൻഡസ്ട്രീഷ്യൽ ഇംപ്യൂരിറ്റീസ് വന്ന് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് ഡിഫ്യൂസ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മളത് വിശദമായിട്ട് പഠിക്കുകയും ചെയ്യും വരുന്ന മൊഡ്യൂൾസിൽ. നെക്സ്റ്റ് നമുക്ക് ഇൻഡസ്ട്രീഷ്യലൈസ് അല്ലെങ്കിൽ സെൽഫ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ എന്ന് പറയും. അത് പടം കണ്ടാൽ തന്നെ അറിയാം. അവിടെ ഒരു പാരന്റ് ആറ്റം ആ പാരന്റ് ആറ്റത്തിന്റെ ലാറ്റിസിലുള്ള ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് കയറിയിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഡയറക്റ്റ് ഇന്റർചേഞ്ച് ഡിഫ്യൂഷൻ ആണ്. ഡയറക്റ്റ് ഇന്റർചേഞ്ച് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലാറ്റിസിന്റെ പൊസിഷൻസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ടൈപ്പ് ഡിഫ്യൂഷൻ കോമൺ ആവുന്നത് സിമിലർ സൈസ് ഉള്ള ആറ്റംസിന്റെ കേസസിലാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ കോപ്പർ നിക്കൽ ലാറ്റിസ് കണ്ടു, ഒരു ഡിഫ്യൂഷന്റെ ഇത് കണ്ടു. കോപ്പറിനും നിക്കലിനും ഓൾമോസ്റ്റ് സെയിം സൈസ് ആണ്, അറ്റോമിക് റേഡിയ ഏകദേശം സെയിം ആണ്. അപ്പോൾ ഇത് അങ്ങനെയുള്ള കേസസിൽ ഈ ലാറ്റിസ് പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്യാം തൊട്ടടുത്തടുത്തുള്ള ആറ്റംസ്. ഇനി ഇതിന്റെ ഇൻഡെപ്തിൽ സെനർ റിംഗ് ഡിഫ്യൂഷൻ എന്താണെന്ന് ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി. ഇത് 4 ആറ്റംസ് ഇൻവോൾവ് ആണെങ്കിൽ അതിന് സെനർ റിംഗ് ഡിഫ്യൂഷൻ എന്ന് പറയും. 4 ആറ്റംസ് അങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. വലിയ സംഭവമൊന്നുമില്ല. നമുക്ക് പഠിക്കാനുള്ളത് ഫിക്സ്ഡ് ലോ ആണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഫിക്സ്ഡ് ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗവേണിംഗ് ലോ ഫോർ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ എന്താണെന്ന് അറിയാം. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് എനിത്തിങ്, നിങ്ങൾ ഇനി HMT പഠിക്കുക, അതിലൊക്കെ പഠിക്കുക. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. അതായത് നമ്മൾ എന്ത് സാധനം സ്റ്റഡി സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞാലും സമയത്തിനനുസരിച്ച് ഇതിന്റെ റേറ്റിനോ ബാക്കി പാരാമീറ്റേഴ്സിനോ വ്യത്യാസം വരില്ല. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ റേറ്റിൽ ഇങ്ങനെ പോയിരിക്കും.
അപ്പോൾ അങ്ങനെ ആയിരിക്കില്ല മിക്കവാറും കേസ്. തുടക്കത്തിലുള്ള കേസ് നമുക്ക് ഒരു മണ്ണെണ്ണയുടെ ഒരു തുള്ളി റൂമിൽ വീണ് കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിൻ്റെ ഒന്ന് ഒരുപാട് മോളിക്യൂൾസ് പുറത്തേക്ക് ചാടി ഡിഫ്യൂഷൻ ചെയ്ത് വരും. കാരണം എന്താ, ചുറ്റുപാടുള്ള കോൺസെൻട്രേഷൻ കുറവാണ് മണ്ണെണ്ണയുടെ മോളിക്യൂൾസിന്റെ. അപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ റേറ്റ് കൂടുതലായിരിക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ റേറ്റ് അങ്ങോട്ട് സ്റ്റേബിൾ ആവും. ആ ഇനീഷ്യൽ പെട്ടെന്ന് കൂടി വന്നിട്ട് പിന്നെ കുറച്ചങ്ങ് സ്റ്റേബിളായി സെയിം റേറ്റിൽ നിൽക്കും. ഓക്കെ, അപ്പൊ ആ സെയിം റേറ്റിൽ നിൽക്കുന്ന സംഭവമാണ് സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി ഡിഫ്യൂഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ എന്താണെന്ന് വെച്ചാൽ ഡിഫ്യൂഷൻ ഈസ് എ ടൈം ഡിപെൻഡന്റ് പ്രോസസ്. വളരെയധികം ടൈം വേണം. നമ്മളത് അയൺ കാർബൺ ഡയഗ്രാം പഠിക്കുമ്പോൾ പ്രത്യേകം എടുത്ത് പറയാനുള്ള സാധനമാണ്. ഡിഫ്യൂഷൻ ഈസ് എ ടൈം ഡിപെൻഡന്റ് പ്രോസസ്. കുറച്ചധികം ടൈം വേണം നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ മെറ്റൽ ആറ്റംസ് ലാറ്റിസിലേക്കോ ലാറ്റിസിൻ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഡിഫ്യൂഷൻ എന്തായാലും ടൈമിനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡിഫ്യൂഷന്റെ റേറ്റ് ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്ന് പറയുന്നത്, അതായത് റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ എന്ന് പറയും, ജെ ഡോട്ട്. ഓക്കെ, അതിനെ ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്ന് പറയും. റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ ജെ ഡോട്ട് എന്നാണ്. ഡോട്ടിൽ തൽക്കാലം നിങ്ങൾ ഡോട്ടിലാണ്ട് പഠിച്ചാൽ മതി, HMT വരുമ്പോൾ ഡോട്ട് ഇട്ട് പിടിക്കുക. ഓക്കെ, ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി മാസ് or number of atoms diffusing through a perpendicular to unit cross sectional area per unit time. Okay, ഒരു ഫ്രെയിം, ഒരു സം മീഡിയ ഉണ്ട് എൻ്റെ കയ്യിൽ, ഒരു certain ക്രോസ് സെക്ഷൻ ഉണ്ട്. ഈ ക്രോസ് സെക്ഷൻ്റെ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഒരു പർട്ടിക്കുലർ ടൈമിൽ ക്രോസ് സെക്ഷനിൽ ഒരു ടൈമിൽ പാസ് ചെയ്യുന്ന മാസ്, അതിനാണ് നമ്മൾ മാസ് ഡിഫ്യൂഷൻ ഫ്ലക്സ് ജെ എന്ന് പറയാം. ഇനി ജെയുടെ റെപ്രസെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു 1/a dm/dt. ഇനി ഇതിന്റെ ജെയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാംസ് പെർ ആറ്റം പെർ മീറ്റർ സ്ക്വയർ ആണ്. മീറ്റർ സ്ക്വയർ സെക്കൻഡ് ആണ് ശരിക്കും. കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് അല്ലെങ്കിൽ ആറ്റം പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ് ആറ്റോമിക് റേഞ്ചിൽ പറയുന്നത് നമുക്ക് കിലോഗ്രാമിൽ പറഞ്ഞാൽ മതി. ഇനി ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് ചെയ്യില്ല, കാരണം നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ആണ് പറയുന്നത്. ഇനി ഓക്കെ, ഇവിടെ ഡി എം എന്ന് പറയുന്നത് മാസ് കോൺസെൻട്രേഷൻ റേറ്റ് ആണ്, ഡി ടി എന്ന് പറയുന്നത് ടൈം ആട്ടോ. ഓക്കെ, ഇനി ജെനെ നമുക്ക് ആവശ്യമുള്ള റെപ്രസെന്റേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് കോൺസെൻട്രേഷൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് ഡിഫ്യൂഷൻ ഫ്ലക്സ് ഡി എന്ന് പറയുന്ന സാധനമാണ് കണ്ടുപിടിക്കാനുള്ള ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഫിക്സിന്റെ ലോ, ഫിക്സ് ലോ എന്ന് പറയുന്ന സാധനം സ്റ്റേറ്റ്സ് ദാറ്റ്, നമ്മുടെ മെയിൻ ലോ സ്റ്റേറ്റ് ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഫോർ എ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ പ്രോസസ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ ഡിഫ്യൂഷൻ ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, നെഗറ്റീവ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്നാണ്. അതായത് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകും, നെഗറ്റീവ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്നാട്ടോ. അപ്പൊ അതായത് ജെ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡോ സി ബൈ ഡോ എക്സ്. ഗ്രേഡിയന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ സൈഡിലെ കോൺസെൻട്രേഷൻ എയും സി എയും ഇവിടുത്തെ കോൺസെൻട്രേഷൻ സി ബി ആണെന്ന് വെച്ചോ. അപ്പോൾ ഇവിടുത്തെ കോൺസെൻട്രേഷൻ സി ആട്ടാ, സോറി, 10 സൈഡാണ് സി എ, 10 സി ബി. അപ്പോൾ സി എയിൽ നിന്ന് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് പോകും. ഇവിടെ പ്രഷറിലും പറയേണ്ടത് പ്രഷറും കോൺസെൻട്രേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ജെ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, കോൺസെൻട്രേഷൻ ഡിഫറൻഷിയേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. കാരണം ഈ ഡിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. കാരണം ഡിസ്റ്റൻസ് ഡി എക്സ് ആണ് ഈ സ്ലാബിന്റെ തിക്നെസ് എന്നുണ്ടെങ്കിൽ ഈ ഡി എക്സ് ഡിനോമിനേറ്ററിൽ വരും. കാരണം എന്താ, ഈ ഡി എക്സ് കൂടും തോറും ഡിഫ്യൂഷൻ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, എന്നിട്ട് അപ്പോൾ ജെ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡോ സി ബൈ ഡോ എക്സ്. അപ്പോൾ ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ സി ബൈ ഡോ എക്സ്. ഈ ഡി ആണ് നമ്മുടെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ്. ഇതാണ് നിങ്ങൾക്ക് മിക്കവാറും കേസുകളിൽ കണക്കുകളിൽ കണ്ടുപിടിക്കാൻ പറ്റാം. അപ്പോൾ ഹൈ കോൺസെൻട്രേഷൻ, ഇതിന്റെ നെഗറ്റീവ് സൈൻ വരാൻ കാരണം ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് പോണേ കൊണ്ട്. ഓക്കെ, ഇനി എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ പ്യൂരിഫിക്കേഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസിൽ നമ്മൾ ടിൻ ഷീറ്റ് ഓഫ് പലേഡിയം മെറ്റൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ ഏതെങ്കിലും കെമിക്കൽ പ്രോസസ് വഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, നൈട്രജൻ ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പലേഡിയത്തിന്റെ ഷീറ്റിന്റെ ഉള്ളിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്ത് പുറത്തേക്ക് വരാനായിട്ട് ഹൈഡ്രജന് ഭയങ്കര കഴിവാണ്. പക്ഷെ ബാക്കിയുള്ള സ്പീഷീസ് ലൈക്ക് നൈട്രജൻ, ഓക്സിജൻ ആൻഡ് സൾഫർ വേപ്പർ, വാട്ടർ വേപ്പർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പലേഡിയത്തിന്റെ വേപ്പർ
പലേഡിയത്തിന്റെ വളരെ തിന്നായിട്ടുള്ള ഷീറ്റിന്റെ പുറത്തേക്ക് ഡിഫ്യൂസ് ചെയ്ത് തരാൻ ബുദ്ധിമുട്ടാണ്. ഹൈഡ്രജൻ റെഡിലി ഡിഫ്യൂസ് ചെയ്യും. അപ്പോൾ പലേഡിയത്തിന്റെ ഷീറ്റിന്റെ അപ്പുറത്തേക്ക് നമ്മൾ തിന്നാക്കി ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ പുറത്തു വരും, ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ അവിടെ കിടക്കും. അതാണ് ഡിഫ്യൂഷന്റെ ഒരു ആപ്ലിക്കേഷൻ. ഇനി ഫിക്സിന്റെ സെക്കൻഡ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഓഫ് ഡിഫ്യൂഷൻ ഉണ്ട്. അപ്പോ ഇത് നോൺ സ്റ്റഡി സ്റ്റേറ്റ് സിറ്റുവേഷൻസിന് റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് നമ്മളിത് കൂടുതലായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫിക്സ് സെക്കൻഡ് ലോ ഓഫ് ഡിഫ്യൂഷൻ ഉദ്ദേശിക്കുന്നത് അൺസ്റ്റഡി സ്റ്റേറ്റ് ഓഫ് പാസിംഗ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. അതായത് വിത്ത് റെസ്പെക്ട് ടു ടൈം ഒരു സ്പീഷീസിന്റെ കോൺസെൻട്രേഷൻ കുറയുകയും മറ്റൊരു സ്പീഷീസിന്റെ കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇവിടെ ഫിക്സ് സെക്കൻഡ് ലോ യൂസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ഈ കണ്ട ടൈം അനുസരിച്ച് ഈ സാധനം വേരി ചെയ്യുന്നുണ്ട്. ഡിഫ്യൂഷൻ കോൺസെൻട്രേഷൻ റേറ്റ് വ്യത്യാസപ്പെടുന്നുണ്ട്, വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസും വ്യത്യാസപ്പെടുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള കണ്ടീഷൻസിലാണ് നമ്മൾ ഫിക്സ് സെക്കൻഡ് ലോ യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു എലമെന്റൽ ലെങ്ത് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു യൂണിറ്റ് വോളിയം, ഒരു യൂണിറ്റ് ഏരിയ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഡിഫ്യൂഷൻ ഫ്ലക്സ് ഉണ്ട്, അപ്പുറത്തേക്ക് ഒരു ഡിഫ്യൂഷൻ ഫ്ലക്സ് പോകുന്നുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ കൂടെ പോകുന്ന റേറ്റ് ഓഫ് അക്യുമുലേഷൻ ഓഫ് ഡിപ്ലീഷൻ ഓഫ് എ സ്പീഷീസ് ഈസ് ഗിവൺ ബൈ ഡോ സി ബൈ ഡോ ടി ഇൻടു ഡെൽറ്റ എക്സ്. ഇത് ഡെറിവേഷൻ ഒന്നും വലിയ കാര്യമായിട്ട് പഠിക്കൊന്നും വേണ്ട, ഫൈനൽ ഇക്വേഷൻ മാത്രം നോക്കി വെച്ചാൽ മതി. ഇത് വെച്ചിട്ടാണ് നമുക്ക് കണക്കൊന്നും ചെയ്യാനൊന്നുമില്ല, നമുക്ക് ഫസ്റ്റ് ലോ വെച്ചിട്ട് കണക്ക് ചെയ്യാനേ വരുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ലോ വെച്ച് നമ്മൾ ഇതിന് ഡെറൈവ് ചെയ്തെടുക്കുമ്പോൾ ഇത് ഡെറിവേഷൻ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി എടുക്കാം, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് വേഗം സ്കിപ്പ് ചെയ്ത് വിടാം. അപ്പോൾ dou c by dou x, concentration of a depleting species with respect to a certain time is given by d into dou square cx by dou x square എന്നുള്ളതാണ് ഇക്വേഷൻ. വേർ cx is the concentration of species x, t is time, d is diffusion coefficient and dx square is the distance, ഇന്റർവെൽ ക്രോസ് സെക്ഷനിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഈ സാധനം നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫൈനൽ സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷനിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഡിഫ്യൂഷൻ റേറ്റ് അല്ലെങ്കിൽ എത്ര ടൈം കൊണ്ട് ഈ സാധനം അപ്പുറത്ത് കുറയും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി പിന്നെ ഈ ഡിഫ്യൂസിവിറ്റി ഡി അല്ലെങ്കിൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഡി എന്ന് പറയുന്ന സാധനം വിത്ത് റെസ്പെക്ട് ടു സർട്ടൻ കണ്ടീഷൻസിൽ വേരി ചെയ്യും, ബട്ട് കോൺസെൻട്രേഷൻ അനുസരിച്ച് വേരി ചെയ്യും. പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ കേസിന് വേണ്ടി ഇതിനെ കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കാറ്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തേക്ക് തൽക്കാലം ഇത് മതി. താങ്ക് യു.